നമസ്കാരം. മൈമെൻ്റർ PSC ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്നറിയുന്നു, വളരെ സന്തോഷം. നന്നായി പഠിക്കുന്നു എന്നറിയുന്നതും വളരെ സന്തോഷമാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ പുതിയ പഠന രീതികളൊക്കെ? മാറുന്ന കാലത്തിനനുസരിച്ച്, പ്രത്യേകിച്ച് മാറുന്ന PSCയുടെ ട്രെൻഡുകൾക്കനുസരിച്ച് നിങ്ങളുടെ പഠന രീതികൾ മാറ്റി വരുന്നു എന്നറിയുന്നുണ്ട്. അതുതന്നെ വലിയ സന്തോഷമാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ആദ്യമേ ആമുഖമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെപ്പോഴും നിങ്ങളുടെ പഠന രീതി അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രമീകരിക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് യോഗ്യതയുള്ള ഏത് തസ്തികയിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പരീക്ഷ ഏതാണ്, അതിൻ്റെ സിലബസ് ഒന്ന് എടുക്കുക. അതുപോലെ അതേ തസ്തികയിലുള്ള അല്ലെങ്കിൽ അതേ യോഗ്യത വെച്ച് മുമ്പ് നടന്ന PSCയുടെ പരീക്ഷ പേപ്പറുകൾ, ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒന്ന് എടുത്ത് അത് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ചെയ്യുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ഓരോ ചോദ്യങ്ങളും ഏതേത് മേഖലയിൽ നിന്നാണ് വന്നത് എന്ന് വ്യക്തമായി നിങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ആ മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ വഴി നിങ്ങൾക്ക് കൃത്യമായിരിക്കും. പോകേണ്ട വഴി നന്നായി അറിയാമെങ്കിൽ, ഏറ്റവും നന്നായി അറിയാമെങ്കിൽ എത്ര മനോഹരമായി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് നന്നായി അവിടെ എത്തുവാനും, നിങ്ങൾ എത്ര പതിയെ പോയാലും ഉറപ്പായി അവിടെ എത്തുവാനും കഴിയും. അതുകൊണ്ട് വേഗതയോ, നിങ്ങൾ പോകുന്നത് വേഗതയിലാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പഠിക്കുന്നുണ്ടോ, കുറച്ചേ പഠിക്കുന്നുള്ളൂ, ഒന്നുമല്ല. എപ്പോഴും എന്താണ്, കാര്യം മനസ്സിലാക്കി കാര്യം തിരിച്ചറിഞ്ഞ് പഠിക്കുക. അതിനുവേണ്ടി എപ്പോഴും നിങ്ങൾക്ക് സിലബസ് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത്, ആ എക്സാമിൻ്റെ മുൻകാല ചോദ്യങ്ങൾ കൂടെ ഒന്ന് മനസ്സിലാക്കി അത് ഏതൊക്കെ മേഖലയിൽ നിന്ന് വന്നു, ആ ചോദ്യങ്ങൾ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് വന്നത് എന്ന് മനസ്സിലാക്കി ആ മേഖലകൾക്ക് ഒരല്പ പ്രാധാന്യം കൊടുത്തു പോവുക. ഓക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരുവിധപ്പെട്ട എല്ലാ പരീക്ഷകളും അത്യാവശ്യം നല്ല പ്രാധാന്യത്തിൽ ചോദിക്കുന്ന ഒരു മേഖലയാണ് കായിക മേഖല. അതിൽ പ്രത്യേകിച്ച് കേരളത്തിലെ കായിക രംഗം, കായിക കേരളം. ഓക്കെ അല്ലെ? കേരളത്തിലെ കായിക രംഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ചെറിയൊരു വിഷമം ആ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ കായിക രംഗം അല്പം ശോഷിച്ചു പോയില്ലേ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ, കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്ക് അത്ര കണ്ട് വലിയ വിജയങ്ങളോ നേട്ടങ്ങളോ അവകാശപ്പെടാൻ പറ്റുന്ന കായിക താരങ്ങൾ നമുക്കില്ല എന്നതാണ്. മെയിൻലി നമുക്ക് പറയാൻ, അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് വയ്ക്കാൻ, നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് ഒരു കായിക താരത്തിൻ്റെ പേര് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത് ചിലപ്പോൾ PR ശ്രീജേഷിൻ്റെ പേരായിരിക്കും, അല്ലേ? PR ശ്രീജേഷ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമാണ് PR ശ്രീജേഷിൻ്റെത്. അദ്ദേഹം ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു. ആ ഹോക്കി സ്റ്റിക്കൊക്കെ പിടിച്ച് ഗോളിയാണ് അദ്ദേഹം. ആ ഹോക്കി സ്റ്റിക്കൊക്കെ പിടിച്ച് ആ ഒരു പോസ്റ്റിന്റെ മേളിലൊക്കെ കയറിയിരിക്കുന്ന മനോഹരമായ ഒരു രംഗമൊക്കെ പലരുടെ ഉള്ളിലുണ്ടാകും. PR ശ്രീജേഷ്, അല്ലെ? ഇനി അത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുപേരുടെയെങ്കിലും ഉള്ളിലുണ്ടാകുക കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ISL ഫുട്ബോൾ ടീം, കേരളത്തിന്റെ സ്വന്തം കൊമ്പന്മാർ, അല്ലെ? കേരളത്തിലെ സ്വന്തം കൊമ്പന്മാരുടെ ചിത്രവും ആ കൊമ്പന്മാരിൽ തലയെടുപ്പോട് നിൽക്കുന്ന പല കൊമ്പന്മാരുടെയും ചിത്രങ്ങളുമായിരിക്കും. ഒരു പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ട ചില മുഖങ്ങളുണ്ട്, നമ്മുടെ ഉള്ളിലേക്ക് എത്തേണ്ട ചില മുഖങ്ങളുണ്ട്. ഒരുപക്ഷെ എത്തപ്പെടാതെ പോകുന്ന, വരാൻ മടിക്കുന്ന കുറച്ച് മുഖങ്ങൾ. ആ മുഖങ്ങളെ കൂടെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത്. ആ മുഖങ്ങൾക്ക് PSCയിൽ വലിയ മാർക്കുമുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി അധികം മുഖവരികളില്ല, ഞാൻ കായിക കേരളത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര് എന്നുള്ളതാണ്. ഓർത്തു വയ്ക്കുക, കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേണൽ ഗോദവർമ്മ രാജയാണ്. കേണൽ ഗോദവർമ്മ രാജ, GV രാജ. ഒരുപക്ഷെ ഗോദവർമ്മ രാജ എന്ന പേര് കേൾക്കുന്നതിനേക്കാൾ ബഹുഭൂരിപക്ഷം പേർക്കും അറിയുന്നത് GV രാജ എന്നൊരു പേരായിരിക്കും. മക്കൾ ഓർത്തു വയ്ക്കുക, കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേണൽ ഗോദവർമ്മ രാജയാണ്, GV രാജയാണ്. നമുക്ക് ഈ ഗോദവർമ്മ രാജ അല്ലെങ്കിൽ GV രാജയെ വേറെ എവിടെയോ നിങ്ങൾ കേട്ടിട്ടില്ലേ? ടൂറിസത്തിനകത്ത്, അല്ലെ? കേരള ടൂറിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? GV രാജയാണ്, കേണൽ ഗോദവർമ്മ രാജ തന്നെയാണ്, അല്ലെ? അപ്പോൾ നമ്മൾ പഠിക്കുന്നത് കേണൽ ഗോദവർമ്മ രാജയെക്കുറിച്ചാണ്. ആദ്യം നോക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തെ കായിക കേരളത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, പഠിച്ചു പോവുക. ഇനി ഓർത്തു വെക്കാം, കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റും GV രാജയാണ്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റുമാര് തന്നെയാണ് കേണൽ ഗോദവർമ്മ രാജ അല്ലെങ്കിൽ GV രാജ തന്നെയാണ്. മക്കളെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ അത്തരത്തിലൊരു സ്പോർട്സ് കൗൺസിൽ രൂപീകരിക്കുന്നതിന് മുൻകൈ എടുത്ത വ്യക്തിമാര് തന്നെയാണ് GV രാജയാണ്. അത് മാത്രവുമല്ല, ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലൊരു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കായിക താരങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കായിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒരു സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ ഒരു നാട്ടുരാജ്യത്തിന്റെ തലത്തിലോ ഒരു സ്പോർട്സ് കൗൺസിലൊക്കെ ആദ്യമായിട്ട് രൂപീകരിക്കുന്ന കേരളത്തിലാണ്.
കേരളത്തിൽ സ്പോർട്സ് കൗൺസിൽ അല്ലെങ്കിൽ കേരള സ്പോർട്സ് കൗൺസിൽ ആദ്യകാലത്ത് തിരുവിതാംകൂർ സ്പോർട്സ് കൗൺസിലായിരുന്നു അല്ലെ. അതാണ് പിന്നെ എന്തായി മാറുന്നത്? കേരള സ്പോർട്സ് കൗൺസിലായി മാറുന്നത്. ഇനി ഓർത്ത് വെക്കാം, ഈ കേരള സ്പോർട്സ് കൗൺസിൽ രൂപീകൃതമാകുന്നത് 1956 1956 1956 സെറ്റല്ലേ? 1956 കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നതാകട്ടെ ഒക്ടോബർ 13 കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 13 അവിടെ ഒരു ചോദ്യമുണ്ട്, ആരുടെ ജന്മദിനമാണ് കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് GV രാജയുടേതാണ്, കേണൽ ഗോദവർമ്മ രാജയുടേതാണ്. മക്കളെ ചോദ്യം എന്തായിരുന്നു? കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒക്ടോബർ 13 ഈ ഒക്ടോബർ 13 എന്തുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിൽ കായിക ദിനമായി ആചരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കായിക കേരളത്തിന്റെ പിതാവായ കേണൽ ഗോദവർമ്മ രാജയുടെ ജന്മദിനമാണ് ഈ പറയുന്ന ഒക്ടോബർ 13. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. പഠിച്ചു വെക്കുക, വളരെ പ്രധാനമാണ്. ഇനി മുമ്പോട്ട് പോകുന്നു. ഇനി ഓർത്തു വെക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇനി കേരള യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറാണ് GV രാജ. ഓക്കെ അല്ലെ? GV രാജ എന്നോ അല്ലെങ്കിൽ ഗോദവർമ്മ രാജ എന്നോ പഠിച്ചിരിക്കുക. ഞാൻ ഈ GV രാജ എന്നതും ഗോദവർമ്മ രാജയെ ഒരുമിച്ചാണ് തന്നിട്ടുള്ളത്. നിങ്ങൾ അതിൽ ഏതാണോ നിങ്ങൾക്ക് അത് ഒരുമിച്ച് തന്നെ പഠിച്ചു പോവുക. GV ഗോദവർമ്മ രാജ എന്ന് പഠിക്കണ്ട, ഞാൻ അത് തന്നു എന്നേ ഉള്ളൂ. GV രാജ എന്ന് പഠിച്ചാൽ മതി. ഓക്കെ അല്ലെ? ശരി, ശ്രദ്ധിക്കുക. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ആരാണ്? GV രാജയാണ്. ഓക്കെ അല്ലെ? ആരാണ്? GV രാജ. മറന്നു പോകരുത്. കേരള യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറാണ് ആര്? GV രാജ. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. കേരള യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ പ്രിൻസിപ്പൾ ആരാ? ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് ഓർത്തു നോക്കിയേ ആരാ ഇന്ത്യക്കാരനായ ആദ്യ പ്രിൻസിപ്പൾ? കേരള യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യക്കാരനായ ആദ്യ പ്രിൻസിപ്പൾ AR രാജരാജവർമ്മ. അനന്തപുരത്തെ രാജരാജവർമ്മ, AR രാജരാജവർമ്മ, കേരളവാണിനി അല്ലെ? അദ്ദേഹമാണ് ഈ പറയുന്ന തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ പ്രിൻസിപ്പൽ. സെറ്റല്ലേ? തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഇന്ത്യക്കാരനായ ആദ്യ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ആരാണ്? AR രാജരാജവർമ്മ, കേരളവാണി. എന്നാൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് GV രാജയാണ്, ഗോദവർമ്മ രാജ. ഇനി ഓർത്തു വെക്കുക, GV രാജ അവാർഡ് ഏർപ്പെടുത്തിയത് ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. നമുക്കറിയാം കായിക മേഖലയിലെ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് നൽകുന്ന ഒരു പുരസ്കാരമാണ് GV രാജ അവാർഡ്. ഈ GV രാജ അവാർഡ് ഏർപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലാണ്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒളിമ്പിക്സിലേക്ക് വരിക. അവിടെ ഓർത്തു വെക്കേണ്ട ഒരു പേര് നമുക്കുണ്ട്. ഒരു മലയാളികളിൽ ഒളിമ്പിക്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം ഓടി എത്തേണ്ട ഒരു പേരുണ്ട്. അത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയായ CK ലക്ഷ്മണന്റേതാണ്. എങ്ങനെ? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയായ CK ലക്ഷ്മണൻ. ഒന്നുകൂടെ, ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മണൻ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മണൻ. CK ലക്ഷ്മണൻ 1924 ദിനത്തിലാണ് മത്സരിച്ചത്? അതായത് CK ലക്ഷ്മണൻ ഒളിമ്പിക്സിൽ 1924 ദിനത്തിലാണ് മത്സരിച്ചത്? ഒളിമ്പിക്സിൽ മത്സരിച്ച കാര്യമാണ്. അത് 110 മീറ്റർ ഹഡിൽസിലാണ്. ഓക്കെ, 110 മീറ്റർ ഹഡിൽസിലാണ് ആര് പങ്കെടുത്തിട്ടുള്ളത്? CK ലക്ഷ്മണൻ പങ്കെടുത്തത്. അപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളിയായ ആദ്യ ഒളിമ്പ്യൻ ആരാ? അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് CK ലക്ഷ്മണനാണ്. അദ്ദേഹം പങ്കെടുത്ത ഇവന്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 110 മീറ്റർ ഹഡിൽസ് ആണ്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. മുമ്പോട്ട് പോകുന്നു. ഇനി ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത കാര്യമേ പറഞ്ഞുള്ളൂ, ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ വ്യക്തിയെ പറഞ്ഞുള്ളൂ. എന്നാൽ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി അല്ലെങ്കിൽ ആദ്യ കേരളീയൻ ആരാ? ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ കേരളീയൻ അല്ലെങ്കിൽ ആദ്യ മലയാളി എന്ന് പറയുന്നത് മാനുവൽ ഫ്രെഡറിക് ആണ്. ആരാണ്? മാനുവൽ ഫ്രെഡറിക്. ഒന്നുകൂടെ പേര് പറയുക, മാനുവൽ ഫ്രെഡറിക്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, മലയാളിയായ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുവൽ ഫ്രെഡറിക് ആണ്. ഇനി ഓർത്ത് വെക്കേണ്ടത്, ഏത് വർഷമാണ് മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക്സ് മെഡൽ നേടിയത്? ഏത് വർഷമാണ് മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക്സ് മെഡൽ നേടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1972. 1972 അത് മ്യൂണിക് ഒളിമ്പിക്സിലാണ്. എവിടെയാണ്? മ്യൂണിക് അല്ലെങ്കിൽ മ്യൂണിക് എന്നോ പഠിക്കുക. മ്യൂണിക് ഒളിമ്പിക്സിലാണ് 1972.
അപ്പോൾ ഓർത്തു വെക്കുക, ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1972. ആദ്യത്തെ മെഡൽ നേടിയ മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുവൽ ഫ്രെഡറിക് ആണ്. ഇനി 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഏത് കായിക ഇനത്തിലാണ് മാനുവൽ ഫ്രെഡറിക് വെങ്കല മെഡൽ നേടുന്നത്? അതൊരു ചോദ്യമാണ്. വെങ്കല മെഡൽ നേടിയത് ഹോക്കിയിലാണ്. ഓക്കെ അല്ലേ? മാനുവൽ ഫ്രെഡറിക് ഏത് കായിക ഇനത്തിലാണ് പങ്കെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോക്കിയിലാണ്. ഹോക്കിയിൽ 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ എന്ത് മെഡൽ ലഭിച്ചു, അല്ലെങ്കിൽ ഏത് മെഡൽ ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെങ്കല മെഡൽ. ക്ലിയർ അല്ലേ? അപ്പോൾ 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എന്ത് കിട്ടിയിരുന്നു? വെങ്കല മെഡൽ കിട്ടി എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. സെറ്റാണ്, മുമ്പോട്ട് പോകുന്നു. ഇനി അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? അത് സി ബാലകൃഷ്ണനാണ്. സി ബാലകൃഷ്ണൻ. അപ്പോൾ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി എന്ന് പറയുന്ന ആരാണ്? സി ബാലകൃഷ്ണനാണ്. ഓർത്തു വയ്ക്കുക, അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. ഇനി ഓർത്തു വെക്കേണ്ട ഒരു ചോദ്യം, അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് TC യോഹന്നാനാണ്. ഓക്കെ അല്ലേ? മറ്റേ ബാലകൃഷ്ണൻ ആദ്യ മലയാളിയാണ് എങ്കിൽ ആദ്യ മലയാളിയാണ് എങ്കിൽ ഇവിടെ ആദ്യത്തെ അത്ലറ്റ് ആര് എന്നാണ് ചോദ്യം. അത് TC യോഹന്നാൻ. ടിനു യോഹന്നാനുണ്ട്, TC യോഹന്നാനുണ്ട്. ടിനു യോഹന്നാൻ ക്രിക്കറ്റ് ആണ്, TC യോഹന്നാൻ അത്ലറ്റ് ആണ്. ഓക്കെ, അപ്പോൾ TC യോഹന്നാനാണ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി അത്ലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ലോക അത്ലറ്റിക് മീറ്റിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത അത് മേഴ്സി കുട്ടനാണ്. ഓക്കെ അല്ലേ മക്കളെ? ഓർത്ത് വെച്ചിരിക്കുക, ലോക അത്ലറ്റിക് മീറ്റിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത. ഒന്നുകൂടെ, ലോക അത്ലറ്റിക് മീറ്റിൽ പങ്കെടുത്ത മലയാളി വനിത എന്ന് പറയുന്ന ആരാണ്? മേഴ്സി കുട്ടനാണ്. എങ്കിൽ ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ സമ്പൂർണ്ണ മലയാളി അത് ടിനു യോഹന്നാനാണ്. ഞാൻ പറഞ്ഞു TC യോഹന്നാനുമുണ്ട്, ടിനു യോഹന്നാനുമുണ്ട്. TC യോഹന്നാൻ അത്ലറ്റ് ആണ്, ഇവിടെ ടിനു യോഹന്നാനുണ്ട്. ടിനു യോഹന്നാൻ ക്രിക്കറ്ററാണ്. ഓർത്തു വെച്ചിരിക്കുക, ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ സമ്പൂർണ്ണ മലയാളി. പലരുടെയും ഉള്ളിലേക്ക് വരുന്ന ഒരു ഉത്തരം S ശ്രീശാന്ത് എന്നുള്ളതായിരിക്കും അല്ലെ? S ശ്രീശാന്ത് ആണ്. എന്നാൽ ഇവിടെ S ശ്രീശാന്ത് അല്ല. ഓർത്തു വെക്കേണ്ടത്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ച ആദ്യ മലയാളി ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടിനു യോഹന്നാനാണ്. ഇനി ഓർക്കേണ്ടത്, ധ്യാൻ ചന്ദ് പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്. കാരണം നമ്മൾ പറഞ്ഞിരുന്നു മാനുവൽ ഫ്രെഡറിക് എന്തുണ്ട്, അദ്ദേഹമാണ് ആദ്യത്തെ മെഡൽ നേടിയത്. അദ്ദേഹം ഹോക്കിയിലാണ് മെഡൽ നേടുന്നത്. ഏത് ഇവന്റിലാണ്? ഹോക്കിയിലാണ്. അതുകൊണ്ട് തന്നെ ഹോക്കി മാന്ത്രികനായുള്ള ധ്യാൻ ചന്ദിന്റെ പേരിലുള്ള ധ്യാൻ ചന്ദ് പുരസ്കാരം ആദ്യമായി ലഭിച്ച മലയാളിയും ആര് തന്നെയാണ്? മാനുവൽ ഫ്രെഡറിക് ആണ്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. മക്കളെ ഓർത്തു വെക്കേണ്ടത്, മാനുവൽ ഫ്രെഡറിക് മ്യൂണിച്ച് ഒളിമ്പിക്സ് 1972 അല്ലെ? അദ്ദേഹത്തിന് ഒന്ന് വെങ്കല മെഡൽ കിട്ടുന്നു. അദ്ദേഹം ഹോക്കി താരമായിരുന്നു. ആ മനുഷ്യന് ഹോക്കി മാന്ത്രികനായ ധ്യാൻ ചന്ദിന്റെ പേരിലുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സെറ്റാണ് എന്നെനിക്കറിയാം. മുമ്പോട്ട് പോകുന്നു. ഓക്കെ, ഇനി ഓർത്ത് വെക്കേണ്ട ചോദ്യം, ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോളിൽ കളിച്ച ആദ്യ ഏഷ്യക്കാരൻ. ഓക്കെ അല്ലേ? കിടിലൻ ചോദ്യം അല്ലേ മക്കൾ? ഓർത്തു വയ്ക്കുക, ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച അല്ലെങ്കിൽ വോളിബോളിൽ കളിച്ച ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? അത് ജിമ്മി ജോർജ് ആണ്. ഏഷ്യക്കാരൻ എന്നെ പഠിക്കുക, വീട്ടിൽ പോയി അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അത് വായിച്ചു പഠിക്കുമ്പോൾ ദേശീയക്കാരനൊന്നും ആയിപ്പോരുത്. ഓക്കെ, അപ്പൊ ഏഷ്യക്കാരനാണ്. ആദ്യ ഏഷ്യക്കാരൻ ആരാ? അത് ജിമ്മി ജോർജ് ആണ്. മക്കളെ ഓർത്തു വയ്ക്കുക, ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോളിൽ കളിച്ച ആദ്യ ഏഷ്യക്കാരനാരാണ്? അത് ജിമ്മി ജോർജ് ആണ്. ജിമ്മി ജോർജിനെ കുറിച്ച് പലപ്പോഴും PSC ചോദിക്കാറുണ്ട്. ജിമ്മി ജോർജ് ഏത് കായിക മേഖലയിൽ ശ്രദ്ധേയനാണ് അല്ലെങ്കിൽ ഏത് ഗെയിംസിൽ ശ്രദ്ധേയനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വോളിബോളിലാണ്. വോളിബോൾ അല്ലെ? വോളിബോൾ എന്ന് പറയുന്ന സമയത്ത് വോളിബോളിൽ എത്ര കായിക അല്ലെങ്കിൽ വോളിബോളിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണം 6 ആണ് അല്ലെ? ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണം 6 ആണ്. വോളിബോൾ ആണെങ്കിൽ ഒരു ടീമിൽ 6 അംഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അതും ഓർത്ത് വെച്ചോണം. ഇനി സഞ്ജു വിശ്വനാഥ് സാംസൺ ഏത് കായിക മേഖലയിൽ പ്രശസ്തനായ കേരളീയനാണ്? സഞ്ജു വിശ്വനാഥ് സാംസൺ. ഇപ്പൊ സഞ്ജു സാംസൺ നിങ്ങൾക്ക് അറിയാം, സഞ്ജു വിശ്വനാഥ് സാംസൺ അറിയില്ല അല്ലെ? ഓർത്തു വയ്ക്കുക, അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം സഞ്ജു വിശ്വനാഥ് സാംസൺ എന്നാണ്. സഞ്ജു വിശ്വനാഥ് സാംസൺ. അപ്പൊ സഞ്ജു വിശ്വനാഥ് സാംസൺ ഏത് കായിക മേഖലയിലാണ്? ക്രിക്കറ്റ് ആണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സഞ്ജു സാംസൺ തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനും നിലവിൽ ഇന്ത്യൻ ടീമിലെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനും ഒക്കെ ആയിട്ടുള്ള ആരാണ്? സഞ്ജു സാംസൺ അല്ലെ? മലയാളികളുടെ അഭിമാനമായിട്ടുള്ള, മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരു കായിക താരമാണ് സഞ്ജു സാംസൺ.
സാംസൺ. ആ സഞ്ജു സാംസൺ എന്താണ് കായിക മേഖലയിൽ പ്രശസ്തനായ കേരളീയനാണ്. ഏത്? ക്രിക്കറ്റ് എന്ന കായിക മേഖലയിൽ അല്ലെ. ക്രിക്കറ്റിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളൊരു പേരാണ് അത്. ഇനി ഓർത്ത് വയ്ക്കുക, IPL ടീമിന്റെ ഏതെങ്കിലും ഒരു IPL ടീമിന്റെ ക്യാപ്റ്റൻ ആകുന്ന ആദ്യ മലയാളി താരവും സഞ്ജു സാംസൺ ആണ്. അത് നല്ല കിടിലൻ ചോദ്യമല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു IPL ടീമിന്റെ ഭാഗമാകുന്ന മലയാളി എന്നല്ല അവിടെ പഠിക്കേണ്ടത്, ഏതെങ്കിലും IPL ടീമിന്റെ ക്യാപ്റ്റൻ ആകുന്ന ആദ്യ മലയാളിയാണ് സഞ്ജു സാംസൺ. ഇപ്പൊ സഞ്ജുവിനെ പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് പെട്ടെന്ന് പറയാൻ തോന്നുന്ന ഒരു പേരുണ്ട്, അത് മിന്നു മണിയുടേതാണ്. മിന്നു മണി അല്ലെ, മിന്നു മണി. അപ്പോൾ മിന്നു മണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിക്കറ്റാണ്. ഈ അടുത്തിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തൊരു പേരാണ് മിന്നുവിൻ്റേത്. മിന്നു മണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിക്കറ്റാണ്. അപ്പോൾ സഞ്ജുവിനെയും മിന്നുവിനെയും ഓർമ്മിച്ച് വയ്ക്കാൻ രണ്ടുപേരെയും ചോദിക്കും കേട്ടോ. മിന്നു ഒക്കെ ചോദിക്കാൻ ഏറ്റവും ചാൻസ് കൂടിയ പേരാണ് മിന്നു. മിന്നു മണി ഏത് കായിക മേഖലയാണ്? ക്രിക്കറ്റാണ്. ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത. ഇപ്പൊ മിന്നുവിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ മിന്നു ഒരു പെൺകുട്ടിയാണ് അല്ലെ, ഒരു വനിതയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, മറ്റൊരു വനിതയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത മക്കൾ ഓർത്തു വെച്ചോണം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് PT ഉഷ. എങ്ങനെ? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണ്? PT ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത PT ഉഷ. ഇനി PT ഉഷ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് ഏത് എന്നതാണ് ചോദ്യം. PT ഉഷ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് ഏതാണ്? അത് മോസ്കോ ഒളിമ്പിക്സ് ആണ്. 1980 ആണ്. മോസ്കോ ഒളിമ്പിക്സ് 1980. അപ്പോൾ PT ഉഷ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്കോ ഒളിമ്പിക്സ് ആണ്. 1980. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും PT ഉഷയാണ്. എങ്ങനെ? ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത. ഒന്നുകൂടെ, ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത ആരാണ്? PT ഉഷയാണ്. 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലാണ്. ഓക്കെ അല്ലേ മക്കൾ? ഓർമ്മിച്ച് വെച്ചേ, ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത ആരാ? PT ഉഷ. 1984 ലോസ് ഏഞ്ചൽ ഒളിമ്പിക്സിലാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതെന്താണ്? ഒളിമ്പിക്സ് ഫൈനലിൽ ആദ്യത്തെ ഒളിമ്പിക്സ് പുള്ളിക്കാരി പങ്കെടുത്ത ആദ്യത്തെ ഒളിമ്പിക്സ് ഏതാ? മോസ്കോ ആണ്. 1980 ആണ്. എന്നാൽ ഫൈനലിൽ എത്തുന്നത് 84 ലോസ് ഏഞ്ചൽസിലാണ്. അത് മാറിപ്പോയത് കേട്ടോ. ഒക്കെ നല്ല ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലൊക്കെ നന്നായിട്ട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണത്. ഇനി PT ഉഷയ്ക്ക് സെക്കൻഡിന്റെ അംശവ്യത്യാസത്തിൽ അല്ലെങ്കിൽ സെക്കൻഡിന്റെ അംശങ്ങളുടെ വ്യത്യാസത്തിൽ മെഡൽ നഷ്ടമായ ഒളിമ്പിക്സ് ലോസ് ഏഞ്ചൽസ് ആണ്. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ സെക്കൻഡിന്റെ അംശങ്ങളുടെ വ്യത്യാസത്തിലാണ് എന്ത് ചെയ്തത്? മെഡൽ നഷ്ടമായത്. അന്ന് ഇത്രയേറെ ഈ പറയുന്ന ആധുനിക സങ്കേതങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടമാണ് അല്ലേ ആ കാലഘട്ടത്ത്. അതുമാത്രമല്ല, ഇന്ന് ഈ കാണുന്ന തരത്തിലുള്ള വലിയ ഒരുക്കങ്ങളോ ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് അവിടെ എന്ത് ചെയ്തു? പുള്ളിക്കാരി നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ മെഡൽ നഷ്ടപ്പെടുത്തി. എങ്കിൽ പോലും മലയാളികൾക്ക് അഭിമാനമായി മാറി. അങ്ങനെ നിമിഷങ്ങളുടെ വ്യത്യാസമൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രധാനമായും വരുന്നൊരു പേരുണ്ടാവും, വിനേഷ് ഫഗോഡ് എന്നൊരു പേര് അല്ലെ. വിനേഷ് ഫഗോഡിന് ഓർമ്മയില്ലേ? വിനേഷ് ഫഗോഡ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളൊക്കെ ഒരുപാട് സങ്കടപ്പെട്ട അല്ലെ, ഇന്ത്യൻ ജനത മുഴുവൻ സങ്കടപ്പെടുത്തിയ, ഇന്ത്യൻ ജനതയെ മുഴുവൻ കണ്ണീരിലാക്കിയ ഒരു വാർത്ത ഉണ്ടായിരുന്നു. പുള്ളിക്കാരുടെ വെയിറ്റ് അല്ലെ, ആ വെയിറ്റിനെ ചൊല്ലി വെറും വളരെ തുച്ഛമായ ഗ്രാമുകളുടെ വ്യത്യാസത്തിൽ എന്ത് ചെയ്തു? പുള്ളിക്കാരി അയോഗ്യതയാക്കപ്പെടുന്നു. ഉറച്ചൊരു മെഡൽ നമുക്ക് നഷ്ടമാകുന്നു അല്ലെ. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെയാണ്. സെക്കൻഡിന്റെ അംശങ്ങളുടെ വ്യത്യാസത്തിലാണ് മെഡൽ നഷ്ടപ്പെട്ടത്. അത് ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് 1984. ഗോൾഡൻ ഗേൾ, കിടിലൻ ചോദ്യമാണ്. ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്ന കായിക താരമാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PT ഉഷയാണ്. എങ്ങനെ അറിയപ്പെടുന്നു? ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്ന കായിക താരം. ഒന്നുകൂടെ, ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്ന കായിക താരമാണ് PT ഉഷ. ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്ന കായിക താരം PT ഉഷ. ഈ PT ഉഷ ജനിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിലാണ്. കോഴിക്കോട് ജില്ലയിലെ പയ്യോളി. അപ്പൊ PS ഇങ്ങനെ ചോദിക്കാം, കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിൽ ജനിച്ച ഇന്ത്യയിലെ പ്രധാന ഒരു അത്ലറ്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PT ഉഷയാണ്. PT ഉഷ ജനിച്ചത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിൽ. ഇനി അതുകൊണ്ട് തന്നെ പയ്യോളിയിൽ ജനിച്ചതുകൊണ്ടും വേഗക്കാരിയായതുകൊണ്ടും വേഗറാണി ആയതുകൊണ്ടും തന്നെ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നു. എങ്ങനെ അറിയപ്പെടുന്നുണ്ട്? പയ്യോളി എക്സ്പ്രസ് എന്നാരെ അറിയപ്പെടുന്നുണ്ട്? അത് PT ഉഷ അറിയപ്പെടുന്നുണ്ട്. പയ്യോളി എക്സ്പ്രസ്. എങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, കേരള എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കേരള എക്സ്പ്രസ് അത് ശ്രീശാന്താണ്. ഓക്കെ, അപ്പോൾ ഓർത്തു വയ്ക്കുക, പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷയും കേരള എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ശ്രീശാന്തുമാണ്. ഇനി നോക്കിയേ,
ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി. കിടുക്കച്ച ചോദ്യമാണ്, നല്ല അടിപൊളി ചോദ്യം അല്ലേ? എങ്ങനെയാണ് ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നറിയപ്പെടുന്നത്? PT ഉഷയാണ്. എങ്ങനെ അറിയപ്പെടുന്നത്? ഇന്ത്യൻ മൈതാനങ്ങളുടെയും ട്രാക്കുകളുടെയും റാണി. ഒന്നുകൂടെ, ഇന്ത്യൻ മൈതാനങ്ങളുടെയും ട്രാക്കുകളുടെയും റാണി എന്നറിയപ്പെടുന്നത് PT ഉഷ. ഒന്നുകൂടെ, ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് PT ഉഷ. ക്ലിയർ അല്ലേ? ഇനി ഓർത്ത് വെച്ചോളുക, PT ഉഷ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് 1980 മോസ്കോ ഒളിമ്പിക്സ് ആയിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ആദ്യമായി പങ്കെടുത്തത് മോസ്കോയിലാണ്. അടുത്ത വർഷമാണ് എന്ത് കിട്ടുന്നത്? പുള്ളിക്കാരിക്ക് എന്നാൽ എന്താണ് ആ ഒരു ഫൈനലിലേക്ക് എത്താൻ പറ്റുന്നത്. ഇനി PT ഉഷ സോൾ ഏഷ്യൻ ഗെയിംസിൽ ഏതാണ്? സോൾ ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണവും 1 വെള്ളി മെഡലും കരസ്ഥമാക്കിയ 4 സ്വർണവും 1 വെള്ളി മെഡലും കരസ്ഥമാക്കിയ വർഷം 1936 എങ്ങനെയാണ് ഈ പറയുന്ന PT ഉഷ സോൾ ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണവും 1 വെള്ളി മെഡലും കരസ്ഥമാക്കിയത്? 4 സ്വർണവും 1 വെള്ളി മെഡലും ഉൾപ്പെടെ 5 മെഡലുകൾ കരസ്ഥമാക്കിയത് 1986 ഇനി PT ഉഷയ്ക്ക് അർജുന അവാർഡ് ലഭിച്ച വർഷം 1983 1983. ഓക്കെ അല്ലെ? PT ഉഷയ്ക്ക് എന്ത് ലഭിച്ചു? അർജുന അവാർഡ് ലഭിച്ചത് 1983. ആ 1983 ഇന്ത്യക്ക് ആദ്യത്തെ വേൾഡ് കപ്പ് ലഭിക്കുന്നത്. ഇന്ത്യക്ക് ആദ്യത്തെ വേൾഡ് കപ്പ് 1983 അല്ലേ? അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണേ. ഇനി PT ഉഷയ്ക്ക് പത്മശ്രീ ലഭിച്ച വർഷമാകട്ടെ 1985. പത്മശ്രീ ലഭിച്ചത് 1985. PT ഉഷയുടെ കായിക പരിശീലകൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് OM നമ്പ്യാരാണ്. അതൊരു കിടിലൻ ചോദ്യമാണ്, ഓർത്തു വെച്ചോണം. OM നമ്പ്യാർ ഏത് കായിക താരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PT ഉഷ. കാരണം PT ഉഷയുടെ പ്രധാന കോച്ചായിരുന്നു ഈ പറയുന്ന ആരാണ്? പരിശീലകനായിരുന്നു OM നമ്പ്യാർ. അവിടെ ഒരു ചോദ്യമുണ്ട്, ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് നേടിയതും OM നമ്പ്യാരാണ്. മികച്ച പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരമാണ് ഈ പറയുന്ന ദ്രോണാചാര്യ അവാർഡ്. ആദ്യമായി നേടിയതുമാരാണ്? OM നമ്പ്യാരാണ്. ഒന്നുകൂടെ, PT ഉഷയുടെ കായിക പരിശീലകൻ OM നമ്പ്യാരാണ്. OM നമ്പ്യാർ ദ്രോണാചാര്യ അവാർഡ് നേടിയത് എപ്പോഴാണ്? ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് നേടിയത് ആരാണ്? OM നമ്പ്യാരാണ്. OM നമ്പ്യാർ. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. മുമ്പോട്ട് പോകുന്നു. ഇനി ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യം, കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് അഞ്ജു ബോബി ജോർജ്. എങ്ങനെയാണ്? കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ഒന്നുകൂടെ, കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അഞ്ജു ബോബി ജോർജ്. ഇനി ലോക അത്ലറ്റിക് ഫൈനൽ മത്സരത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ അത്ലറ്റുമാര് തന്നെയാണ് അഞ്ജു ബോബി ജോർജ് ആണ്. ലോക അത്ലറ്റിക് ഫൈനൽ മത്സരത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റുമാര് തന്നെയാണ് അഞ്ജു ബോബി ജോർജ് ആണ്. ഇനി 2003 പാരീസിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിന് വെള്ളി മെഡൽ നേടിയത് 2003 പാരീസിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിന് വെങ്കല മെഡൽ നേടിയതുമാര് തന്നെയാണ് അഞ്ജു ബോബി ജോർജ്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അഞ്ജു ബോബി ജോർജിനെ കുറിച്ചാണ്. ഒരു പോയിന്റ് പോലും കളയരുത്, പഠിക്കുക. ഇനി ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അത് 2005 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ തത്യാന കൊട്ടോവ അദ്ദേഹം റഷ്യക്കാരിയാണ്. ഈ റഷ്യക്കാരി അയോഗ്യയാക്കപ്പെട്ടതിനെ തുടർന്ന് അഞ്ജു ബോബി ജോർജ് സ്വർണ്ണ മെഡലിന് അർഹയായി. അപ്പോൾ അത് ഓർത്തു വയ്ക്കുക. അതായത് 2005 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആരുടെ അയോഗ്യത മൂലമാണ്, അല്ലെങ്കിൽ ആര് അയോഗ്യയാക്കപ്പെട്ടതിനെ തുടർന്നാണ് അഞ്ജു ബോബി ജോർജിന് സ്വർണ്ണ മെഡൽ ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തത്യാന കൊട്ടോവ. പേരൊന്ന് ഓർത്തു വയ്ക്കുക, തത്യാന കൊട്ടോവ. ക്ലിയർ അല്ലേ? അപ്പൊ നല്ല പേരാണ്, ചുമ്മാ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ അഞ്ജു ബോബി ജോർജിന് 2005 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ എന്ത് കിട്ടി? സ്വർണ്ണ മെഡൽ കിട്ടി. അതിന്റെ റീസൺ ആണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഓർത്ത് വയ്ക്കുക, അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സീനിയർ വൈസ് പ്രസിഡന്റായി നിയമിതയായ വനിതയുമാര് തന്നെയാണ് അഞ്ജു ബോബി ജോർജ് ആണ്. അതൊരു നല്ല ചോദ്യമാണ് അല്ലേ? നോക്കിയേ, അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സീനിയർ വൈസ് പ്രസിഡന്റായി നിയമിതയായ വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ജു ബോബി ജോർജ് ആണ്. ഒന്നുകൂടെ, അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ
സീനിയർ വൈസ് പ്രസിഡന്റായി നിയമിതയായതാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ജു ബോബി ജോർജ് ആണ്. ഇനി തിരുവല്ല പാപ്പൻ, കിടുക്കൻ ചോദ്യമാണ്. PSC ചോദിച്ചു, 2024 ട്രെൻഡ് ചോദ്യമായിരുന്നു, പഠിച്ചോണം. തിരുവല്ല പാപ്പൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് TM വർഗീസ്. ആരാ തിരുവല്ല പാപ്പൻ? ആരാ? TM വർഗീസ്. ഒന്നുകൂടെ, തിരുവല്ല പാപ്പൻ എന്നറിയപ്പെടുന്ന ആരാണ്? TM വർഗീസ്. തിരുവല്ല പാപ്പൻ TM വർഗീസ്. ഇനി ചോദ്യം ഇങ്ങനെയാണ്, ഫുട്ബോൾ വിഭാഗത്തിൽ, അത് വളരെ പ്രധാനമാണ്. നമ്മൾ തിരുവല്ല പാപ്പനെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മേഖല നമ്മൾ മുമ്പ് കുറച്ച് കഴിയുമ്പോൾ പറയാം, ഫുട്ബോളറാണ് കേട്ടോ. അദ്ദേഹത്തെക്കുറിച്ച് വീണ്ടും ഒരു ചോദ്യം വരുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാതിരുന്നത്. എന്നാൽ അടുത്ത് പഠിക്കേണ്ടത്, നോക്കി വെക്കുക, ഫുട്ബോൾ വിഭാഗത്തിലെ ആദ്യ ഒളിമ്പിക് മലയാളി താരം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് TM വർഗീസ് ആണ്. ക്ലിയർ അല്ലേ? ആരാണ്? TM വർഗീസ്. ഓർത്ത് വെച്ചിരിക്കുക, വളരെ പ്രധാനമാണ്. നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് പറഞ്ഞത്? ആദ്യം പറഞ്ഞ എന്താണ്? തിരുവല്ല പാപ്പൻ എന്നറിയപ്പെടുന്ന കായിക താരം ആരാ? TM വർഗീസ് ആണ്. തിരുവല്ല പാപ്പൻ എന്നറിയപ്പെടുന്ന ആരാണ്? TM വർഗീസ്. ആ TM വർഗീസ് അല്ലെങ്കിൽ തിരുവല്ല പാപ്പൻ അല്ലെ? തിരുവല്ല പാപ്പൻ. ഓക്കെ, ആ TM വർഗീസ് ഫുട്ബോൾ വിഭാഗത്തിലെ ആദ്യ ഒളിമ്പിക് മലയാളി താരമാണ്. ആദ്യ ഒളിമ്പിക് മലയാളി താരം. ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത രണ്ടാമത്തെ മലയാളിയും TM വർഗീസ് ആണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത രണ്ടാമത്തെ മലയാളിമാര് തന്നെയാണ് TM വർഗീസ് ആണ്. TM വർഗീസ് പങ്കെടുക്കുന്നത് 1948 ഫുട്ബോൾ 1948ലാണ്. 1948 ഇവന്റ് ഏതായിരുന്നു? ഫുട്ബോളാണ്. ക്ലിയർ അല്ലേ? ഇവന്റ് ഫുട്ബോൾ. രണ്ടാമത്തെ മലയാളി TM വർഗീസ്, 48 ഫുട്ബോൾ ആയിരുന്നു ഇവന്റ്. ഓക്കെ, ഇനി ഒളിമ്പിക്സിൽ ടീമിനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയും TM വർഗീസ് ആണ്. ഓക്കെ, ഒളിമ്പിക്സിൽ ടീമിനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി, മലയാളിമാര് തന്നെയാണ് TM വർഗീസ് ആണ്. ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദം അലങ്കരിച്ച ഏക മലയാളി അത് SK നായരാണ്. എങ്ങനെയാണ്? ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ICC അല്ലെ? അപ്പൊ ഈ പറയുന്ന എന്താണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ എന്തായിട്ടുള്ള ഇന്ത്യക്കാരനായിട്ടുള്ള മലയാളിയായിട്ടുള്ള അല്ലെ സെക്രട്ടറി പദം അലങ്കരിച്ച ആദ്യ മലയാളി ആരാണ്? SK നായരാണ്. SK നായർ. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. മുമ്പോട്ട്. ഇനി ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ഫുട്ബോൾ ടീമിലെ അംഗമായിരുന്ന മലയാളിയാണ് PB മുഹമ്മദ് സാലി. ആരാണ്? PB മുഹമ്മദ് സാലി. ഓർത്തു വയ്ക്കുക, 1954 ഹെൽസിങ്കി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ അംഗമായിരുന്ന മലയാളി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PB മുഹമ്മദ് സാലി. ഇന്ത്യൻ ടീം അതിൽ അംഗമായിരുന്ന മലയാളിയാണ് PB മുഹമ്മദ് സാലി. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സ്. 1951 ഡൽഹിയിൽ നടന്ന ഏഷ്യാഡ് ഫൈനലിൽ മെഡൽ നേടിയ ടീമിലെ അംഗമായിരുന്ന മലയാളിയാണ് PB മുഹമ്മദ് സാലി. എങ്ങനെയാണ്? 1951 ഡൽഹിയിൽ നടന്ന ഏഷ്യാഡ് ഫൈനലിൽ മെഡൽ നേടിയ ടീമിലെ മലയാളി അംഗം അല്ലെങ്കിൽ അംഗമായ മലയാളിയാണ് PB മുഹമ്മദ് സാലി എന്ന് പറയുന്നത്. ഇനി ഓർത്തു വയ്ക്കുക, ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി അല്ലെങ്കിൽ ആദ്യ ഇന്ത്യൻ വനിത, ആദ്യ മലയാളി വനിത എന്ന് പറഞ്ഞാലും ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന് പറഞ്ഞാലും ഷൈനി വിൽസൺ ആണ്. ഓക്കെ അല്ലേ? എങ്ങനെ പഠിക്കണം? ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി വനിത എന്ന് ചോദിച്ചാലും ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് ഷൈനി വിൽസൺ ആണ്. 1992 ബാഴ്സലോണ ഒളിമ്പിക്സിലാണ്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി ഓർത്തു വയ്ക്കേണ്ട ഒരു പ്രധാന ചോദ്യമാണ്, കേരളത്തിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. എങ്ങനെയാണ്? കേരളത്തിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്റർ അത് ഗീത നാരായൺ ഗോപാലാണ്. ആരാണ്? ഗീത നാരായണൻ ഗോപാൽ. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ചെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു മുഖമുണ്ട്, ഒരു കൊച്ചു കുഞ്ഞ് അല്ലെ, ഒരു കുട്ടിയുടെ മുഖം അല്ലെ, അതായത് പ്രജ്ഞാനന്ദയുടെ മുഖം അല്ലെ. ഇന്നാള് തീരെ കൊച്ചല്ല, ആള് വളർന്നിട്ടുണ്ട് അല്ലെ, എങ്കിലും പ്രജ്ഞാനന്ദയെ അറിയാം. പ്രജ്ഞാനന്ദ ഇന്ന് ലോകത്തിന് മുമ്പിൽ കേരള ഇന്ത്യൻ ജനതയെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും വലിയൊരു ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് മാറിയിട്ടുണ്ട് പ്രജ്ഞാനന്ദ.
ഓക്കെ, അദ്ദേഹത്തെ ഓർത്ത് വെച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ മേഖല ചെസ്സാണ്, മലയാളി അല്ല അദ്ദേഹം. സോ അദ്ദേഹം എന്താണ്, മലയാളി എന്ന് പഠിച്ചു കളയരുത്. ചിലരൊക്കെ പ്രജ്ഞാനന്ദ മലയാളിയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, മലയാളിയൊന്നും അല്ല കേട്ടോ അദ്ദേഹം. ഓക്കെ, ഇതിനടുത്തതാ 2 തവണ കേരളത്തിന് സന്തോഷ് ട്രോഫി നേടിക്കൊടുത്ത കോച്ചാണ് TA ജാഫർ എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ്, ദേശീയ തലത്തിൽ നടത്തപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുട്ബോൾ ടൂർണമെന്റാണ് സന്തോഷ് ട്രോഫി. ആ സന്തോഷ് ട്രോഫി നേടിയെടുക്കുക എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റുകാരുടെയും വലിയ അഭിമാന പ്രശ്നമാണ് അല്ലെ. അങ്ങനെയുള്ള അഭിമാന പ്രശ്നമായ നമുക്ക് അല്ലെ, അതായത് മലയാളികൾക്ക്, കേരളീയർക്ക്, ഈ പറയുന്ന ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ജനതയുണ്ട് നമ്മുടെ ഇടയിൽ അല്ലെ. നിങ്ങളിൽ തന്നെ എത്രയോ പേർ അല്ലെ മക്കളെ ഫുട്ബോൾ ഇഷ്ടമുള്ളവരില്ലേ കൂട്ടത്തില്? ഫുട്ബോൾ ഇഷ്ടമുള്ളവരില്ലേ? മെസ്സിയും റൊണാൾഡോയും എംബാപ്പയും നെയ്മറും അതുപോലെ തന്നെ എന്താണ് വിനീഷ്യസും നമ്മുടെ എർലിംഗ് ഹാലൻഡും ഒക്കെ നിറഞ്ഞാടുന്ന ചിത്രം, ലൂക്ക മോഡ്രിച്ചും ഒക്കെ നിറഞ്ഞാടുന്ന ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇപ്പൊ ചിലർക്കെങ്കിലും അഡ്രിയാൻ ലൂണയും ഒക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ തുടങ്ങി ഒരു വലിയ നീണ്ട നിര തന്നെയുണ്ട്. ശരി, അപ്പൊ നോക്കിയേ, ആ പറയുന്ന എന്താണ് ഫുട്ബോൾ അല്ലെ, ഫുട്ബോൾ ടൂർണമെന്റ്, പ്രത്യേകിച്ച് ഫുട്ബോളിനെ പറ്റി പറയുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ 1000 മുഖങ്ങൾ വരും. പ്രത്യേകിച്ച് ഇപ്പം ISL ഒക്കെ ഉള്ളതുകൊണ്ട് ഇനി ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും, അത്രയേറെ താരങ്ങളുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, അങ്ങനെ ഈ ലോക ഫുട്ബോളിൻ്റെ മണ്ണിൽ നമുക്ക് മലയാളികൾക്ക്, പ്രത്യേകിച്ച് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് വളരെ പ്രധാനമാണ് സന്തോഷ് ട്രോഫി. ആ സന്തോഷ് ട്രോഫി 2 തവണ കേരളത്തിന് നേടിക്കൊടുത്ത കോച്ചാരാണ്? TA ജാഫർ ആണ്. ആരാ? TA ജാഫർ. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിൽ 400 മീറ്റർ റേസിൽ പങ്കെടുത്ത മലയാളി അത്ലറ്റാണ് ഇവാൻ ജേക്കബ്. ആരാണ്? ഇവാൻ ജേക്കബ്. അപ്പോൾ ഹെൽസിങ്കി ഒളിമ്പിക്സിൽ 400 മീറ്ററിൽ പങ്കെടുത്ത മലയാളി ആരാ? അത് ഇവാൻ ജേക്കബ് ആണ്. ആരാണ്? ഇവാൻ ജേക്കബ്. ഇനി ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ ലഭിക്കുന്ന ആദ്യ മലയാളിയും ഇവാൻ ജേക്കബ് ആണ്. എങ്ങനെയാണ്? ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളിമാരാണ്? ഇവാൻ ജേക്കബ്. ഒന്നുകൂടെ, ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി ആരാണ്? ഇവാൻ ജേക്കബ്. ഇവാൻ ജേക്കബ്. ക്ലിയർ അല്ലേ? മുമ്പോട്ട് ഇനി ഓർത്തു വെക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ കേരളീയനാണ് ഇവാൻ ജേക്കബ്. ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ കേരളീയൻ, ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ കേരളീയൻ. നോക്കി, ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ ലഭിച്ച ആദ്യ മലയാളി ഇവാൻ ജേക്കബ് ആണ്. അതേ ചോദ്യം തന്നെ ഒന്ന് മാറ്റി പഠിക്കുകയാണ് നമ്മൾ. ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ കേരളീയൻ എന്ന് ചോദിച്ചാലും ഇവാൻ ജേക്കബ് ആണ്. വെള്ളി മെഡൽ. ക്ലിയർ അല്ലേ? ഇനി 1954 മനിലയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 400 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ നേടിയ അദ്ദേഹം ഏത് വർഷമാണ്? 1954 മനിലയിൽ വെച്ച് നടന്ന, അതായത് മൂന്നും സെയിം തന്നെയാണ് മക്കളെ, പോയിന്റ് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതായത് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവാൻ ജേക്കബ് ആണ്. അദ്ദേഹം ഏത് മെഡൽ നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളി മെഡലാണ്. 1954 മനിലയിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിലാണ് അദ്ദേഹം മെഡൽ നേടുന്നത് എന്ന് അങ്ങ് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഞാൻ ആ പോയിന്റിനെ സെപ്പറേറ്റ് ചെയ്തപ്പോൾ വന്നൊരു കൺഫ്യൂഷൻ ആകാം. അത് കൺഫ്യൂഷൻ ആക്കി വെക്കേണ്ട, അതിനെ പഠിച്ചു വെക്കുക. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടി, ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ മലയാളി 1954 മനിലയിൽ വെച്ച് നടന്നെടുത്താണ്. ഇനി അദ്ദേഹത്തിന്റെ ഇവന്റ് നമ്മൾ പഠിക്കുന്നത് 400 മീറ്റർ ഓട്ടം. ഓക്കെ അല്ലേ? ഇനി 2008, 2012, 2016 ഒളിമ്പിക്സിൽ ട്രിപ്പിൾ ജമ്പിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത മലയാളി അത്ലറ്റാണ് രഞ്ജിത്ത് മഹേശ്വരി. രഞ്ജിത്ത് മഹേശ്വരി എന്നുള്ള പേര് നിങ്ങളുടെ ഭൂരിഭാഗം പേർക്കും അറിയുന്നതായിരിക്കും. ഓർത്തു വയ്ക്കുക, 2008, 12, 16 എന്നീ ഒളിമ്പിക്സുകളിൽ ട്രിപ്പിൾ ജമ്പിൽ ഇന്ത്യയെ പ്രദാനം ചെയ്യുന്ന മലയാളിയാണ് ആരാ? രഞ്ജിത്ത് മഹേശ്വരി. ചോദ്യം സെറ്റല്ലേ? ചുമ്മാ പഠിച്ചു വെച്ചൂടെ? അങ്ങനെയാണെങ്കിൽ ഏ ദിനവുമായി ബന്ധപ്പെട്ട കായിക താരമാണ്? യു വിമൽ കുമാർ. അത് ബാഡ്മിന്റൺ ആണ്. ആരാണ്? ബാഡ്മിന്റൺ ആണ്. വ്യക്തിയുടെ പേര് യു വിമൽ കുമാർ എന്നാണ്. യു വിമൽ കുമാർ ഏത് മേഖല ശ്രദ്ധേയനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാഡ്മിന്റൺ ആണ്. എന്നാൽ 2008, 2012, 2016 8, 12, 16 ഒളിമ്പിക്സുകളിൽ ട്രിപ്പിൾ ജമ്പിൽ ഇന്ത്യയെ പ്രദാനം ചെയ്തത് രഞ്ജിത്ത് മഹേശ്വരിയാണ്. ക്ലിയർ അല്ലേ? ഇനി ഏതിനവുമായി ബന്ധപ്പെട്ട കായിക താരമാണ് യു വിമൽ കുമാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാഡ്മിന്റൺ ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഈ അടുത്ത ചോദ്യത്തിലേക്ക്. ചോദ്യം, 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രദാനം ചെയ്ത കേരളീയനാണ് യു വിമൽ കുമാർ.
എങ്ങനെയാണ് 1992 ബാഴ്സലോണ ബാഴ്സലോണയിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രദാനം ചെയ്തവരാണ് ഈ പറയുന്ന യു വിമൽകുമാറാണ്. ഇനി ഇന്ത്യൻ ബാഡ്മിന്റൺ ടീമിന്റെ പ്രധാന പരിശീലകനായിരുന്നു യു വിമൽകുമാർ. ഓർത്തു വയ്ക്കുക, അദ്ദേഹത്തിന്റെ മേഖല ബാഡ്മിന്റൺ ആണ്. അദ്ദേഹം ബാഡ്മിന്റൺ പ്ലെയറുമായിരുന്നു, പരിശീലനമായിരുന്നു അല്ലെ. അതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യൻ ബാഡ്മിന്റൺ ടീമിന്റെ പ്രധാന പരിശീലകനായിരുന്നു യു വിമൽകുമാർ, പ്രധാന പരിശീലകൻ. സെറ്റല്ലേ, അതൊക്കെ മലയാളികളാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷമാണ്. ഓക്കെ, ഇനി ഏത് വിഭാഗത്തിൽ ശ്രദ്ധ നേടിയ മലയാളി കായിക താരമാണ് സിനി ജോസഫ്? ഏത് മേഖലയിൽ അദ്ദേഹം അവരൊരു അത്ലറ്റ് ആണ്. അപ്പോൾ അത്ലറ്റിക്സ് എന്ന് പഠിക്കുക. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഏത് കായിക വിഭാഗത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ലറ്റിക് ആണ്. വ്യക്തി ആരാ? സിനി ജോസഫ് ആണ്. സിനി ജോസ്. ക്ലിയർ അല്ലേ? ഇനി 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ നടത്തത്തിൽ അല്ലെ, നടത്തത്തിൽ യോഗ്യത നേടിയ മലയാളി അത്ലറ്റ് ആണ് ഇർഫാൻ KT, അല്ലെങ്കിൽ KT ഇർഫാൻ എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇർഫാൻ KT എന്ത് ചെയ്തു? 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ നടത്തത്തിൽ യോഗ്യത നേടിയ വ്യക്തിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവരുടെ പേരുകൾ മറക്കരുത്, പേരുകളൊക്കെ വളരെ പ്രധാനമാണ്. ഇനി ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ദേശീയ റെക്കോർഡ് നേടിയത് ആരാണ്? അതായത് നമ്മൾ പറഞ്ഞു അദ്ദേഹം നടത്തത്തിലായിരുന്നു, നടത്തമാണ് അദ്ദേഹത്തിന്റെ മേഖല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ദേശീയ റെക്കോർഡ് നേടാൻ ആർക്ക് കഴിഞ്ഞു? ഇർഫാൻ KTക്ക്, അല്ലെങ്കിൽ KT ഇർഫാന് കഴിഞ്ഞു. ഇനി ഇന്ത്യ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായപ്പോൾ അംഗമായിരുന്ന ആദ്യ മലയാളിയാണ് S ശ്രീശാന്ത്. ഇന്ത്യ ലോകകപ്പ് ക്രിക്കറ്റ് ടീമിന്റെ ജേതാക്കളായപ്പോൾ അംഗമായിരുന്ന മലയാളിയാണ് ശ്രീശാന്ത. അന്ന് മിസ്ബ അടിച്ചുയർത്തിയ പന്ത് ആകാശത്തിലേക്ക് പൊങ്ങുന്ന സമയത്ത് അന്ന് ആ കളി കണ്ടുകൊണ്ടിരുന്ന പലരും ഈ കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി ചങ്കിടിപ്പൊക്കെ കൂടി കയ്യിൽ നിന്ന് ഫുള്ള് പോയി നിൽക്കുകയാണ്. എന്നാൽ അത് ഓടി വന്ന് കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു വ്യക്തിയെ കണ്ടപ്പോൾ അതൊരു മലയാളിയാണ് എന്നത് ഓരോ മലയാളിക്കും ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമാണ്. അങ്ങനെ ഇന്ത്യക്ക് അതിലൂടെയാണ് ആദ്യത്തെ T20 വേൾഡ് കപ്പ് ഇന്ത്യക്ക് കിട്ടുന്നത് അല്ലെ. അന്നത്തെ ധോണിപ്പട അതിലെ അംഗമായിരുന്നു ആര്? ഈ പറയുന്ന ശ്രീശാന്ത്. ഓക്കെ, ഇപ്പൊ ഇന്ത്യൻ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായപ്പോൾ ടീമിൽ അംഗമായിരുന്ന ആദ്യ മലയാളി ആരാണ്? S ശ്രീശാന്താണ്. ഇനി അതേപോലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരം കരുൺ നായരാണ്. കരുൺ നായരെ നിങ്ങളുടെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. കരുൺ നായർ ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യ മലയാളിയാണ്. എങ്ങനെയാണ്? ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യ മലയാളിയാണ് കരുൺ നായർ. ഇനി ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ഏക മലയാളി താരം നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു, PR ശ്രീജേഷ് ആണ്. എങ്ങനെയാണ്? ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ഏക മലയാളി എന്ന് പറയുന്ന ആരാണ്? അത് PR ശ്രീജേഷ് ആണ്. ക്ലിയർ അല്ലേ? മുമ്പോട്ട് പോകുന്നു. IM വിജയനെ ശ്രദ്ധേയനാക്കിയ കായിക വിനോദം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുട്ബോളാണ്. IM വിജയനെ അല്ലെങ്കിൽ IM വിജയനെ ഏറ്റവും ഫെമിലിയർ ആക്കിയതാരാ? ഫുട്ബോളാണ്. അപ്പോൾ പലരുടെ ഉള്ളിൽ IM വിജയൻ ഫുട്ബോൾ കളിക്കുന്ന ചിത്രമില്ലെങ്കിൽ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്ന പല വേഷങ്ങളും മനസ്സിലുണ്ടാകും അല്ലേ. ഇവിടെ ഓർത്ത് വയ്ക്കുക, IM വിജയനെ ശ്രദ്ധേയനാക്കിയ കായിക വിനോദം ഏതാണ്? അത് ഫുട്ബോളാണ്. കായിക വിനോദം ഫുട്ബോളാണ്. ഇനി ഓർത്ത് വയ്ക്കുക മറ്റൊരു ചോദ്യത്തിലേക്ക്. അത് നോക്കിയേ, മെർഡേക്ക ഏതാണ്? മെർഡേക്ക കപ്പുമായി ബന്ധപ്പെട്ട കളി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫുട്ബോൾ ആണ്. എങ്ങനെയാണ്? മെർഡേക്ക കപ്പുമായി ബന്ധപ്പെട്ട കളി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫുട്ബോൾ ആണ്. ഇനി അതേപോലെ തന്നെ റോവേഴ്സ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതും ഫുട്ബോൾ ആണ്. റോവേഴ്സ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെടുന്നുണ്ട്? ഫുട്ബോൾ ആണ്. ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി അത് CK ലക്ഷ്മണനാണ്. 1924 ഏത് വർഷം? 1924. ഏത് ഇനത്തിലാണ് CK ലക്ഷ്മണൻ പങ്കെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹഡിൽസ് ആണ്. ഏതിനത്തിലായിരുന്നു? ഹഡിൽസിലായിരുന്നു അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഖേൽ രത്ന, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 2 മലയാളികൾക്ക് ഖേൽ രത്നയേ ഉള്ളൂ, 2 മലയാളികൾ. അതിൽ ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം ആരാണ്? KM ബീനാമോളാണ്. എങ്ങനെയാണ്? ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം ആരാ? KM ബീനാമോൾ. ആദ്യ മലയാളി താരം KM ബീനാമോൾ. ആദ്യ മലയാളി താരം ആരാ? KM ബീനാമോൾ. അപ്പോൾ ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി KM ബീനാമോൾ ആണ്. KM ബീനാമോൾ. ഇനി ഓർത്ത് വെച്ചിരിക്കുക, കേരളത്തിന്റെ പെലെ എന്നറിയപ്പെടുന്നത്
പെലെ എന്നറിയപ്പെടുന്നത്. പലരും പെലെ എന്ന് പറഞ്ഞാൽ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ എന്ന് കേൾക്കുന്ന സമയത്ത് അയ്യം വെച്ച് എടുക്കും. എന്നാൽ കേരളത്തിൻ്റെ പെലെ എന്നറിയപ്പെടുന്നത് TKS മണിയാണ്. ആരാണ്? TKS മണി. ഒന്നുകൂടെ, ആരാണ്? TKS മണി. ലോക ചെസ് ഫെഡറേഷന്റെ ഉപാധ്യക്ഷനായ മലയാളിയാണ് PP ഉമ്മർ കോയ. ലോക ചെസ് ഫെഡറേഷന്റെ ഉപാധ്യക്ഷനായ മലയാളി ആരാ? അത് PP ഉമ്മർ കോയയാണ്. ഇനി PU ചിത്ര, മയൂഖ ജോണി ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? അതിൽ പ്രധാനമാണ് PU ചിത്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PU ചിത്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവരും അത്ലറ്റിക്സ് ആണ്. ഓക്കെ അല്ലേ? ഏതാണ് കായിക ഇനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേഖല ചോദിച്ചു കഴിഞ്ഞാൽ അത്ലറ്റിക്സ് എന്ന് പഠിക്കുക. സെറ്റാണ് എന്ന് വിശ്വസിക്കുന്നു. ഓർത്ത് വെക്കുക. PU ചിത്ര, പേര് മറക്കരുത്. PU ചിത്ര ആളെ ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. മക്കൾ അവിടെ നിങ്ങൾ ആ പേരുകൾ ഓർമ്മിച്ചല്ലോ. PU ചിത്ര അറിയാം, മയൂഖ ജോണി അറിയാം, അതേപോലെ ആ ഒരു നീണ്ട നിര അറിയാലോ അല്ലേ? അതിൽ ഏറ്റവും പ്രധാനമാണ് PU ചിത്ര. അപ്പോൾ PU ചിത്ര ഏത് മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ലറ്റിക്സ് ആണ്. ഇനി രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയ ആദ്യ മലയാളി താരം. അടിപൊളി ചോദ്യം. അങ്ങനെയാണ് അന്ന് ആ താരം ശ്രദ്ധിക്കപ്പെടുന്നത്. എങ്ങനെ? രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയ ആദ്യ മലയാളി താരം അത് ശ്രീശാന്താണ് അല്ലെ? ഒരു കാലത്ത് ഈ പറയുന്ന ഓസ്ട്രേലിയൻ ബൗളർമാരെ കണ്ട് ഓസ്ട്രേലിയൻ പിച്ചുകളിലേക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ബൗളേഴ്സിനെ കാണുമ്പോൾ ചങ്കിടിക്കുന്ന ഒരു ജനതയുണ്ടായിരുന്നു അല്ലേ? എന്നാൽ അവർക്കിടയിൽ ഓസ്ട്രേലിയൻ ടീമിനെ മുഴുവൻ എറിഞ്ഞ് നിലംപരിശാക്കാൻ ശക്തിയുള്ള പ്രകടനശേഷി ആർക്കുണ്ടായിരുന്നു? അന്ന് ശ്രീശാന്തിന്റെ ബോളുകൾക്കുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രീശാന്ത് ഓർമ്മിച്ച് വയ്ക്കുക. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയ ആദ്യ മലയാളി താരമാരാണ്? ശ്രീശാന്താണ്. ശ്രീശാന്ത്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. മുമ്പോട്ട് പോകുന്നു. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി എന്ന വിശേഷണം സ്വന്തമാക്കിയത് CP റിസ്വാനാണ്. എങ്ങനെയാണ്? രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി എന്ന വിശേഷണം ആർക്കാണ്? CP റിസ്വാനാണ്. CP റിസ്വാൻ. അദ്ദേഹം തലശ്ശേരി സ്വദേശിയാണ്. UAE താരമാണ്. CP റിസ്വാൻ. ഇന്ത്യൻ T20 ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യത്തെ സമ്പൂർണ്ണ മലയാളി അതും ശ്രീശാന്ത് തന്നെയാണ്. സമ്പൂർണ്ണ മലയാളി. T20 ക്രിക്കറ്റിൽ ആദ്യമായി സെഞ്ചുറി നേടുന്ന ആരാണ്? ആദ്യമായി സെഞ്ചുറി നേടുന്ന മലയാളി എന്ന് പറയാൻ പറ്റുന്ന ആരെയാണ്? അത് സഞ്ജു സാംസണെയാണ്. ഇനി ഒളിമ്പിക് മെഡൽ നേടിയ 1972 മ്യൂണിക് ആദ്യ മലയാളിയായ മാനുവൽ ഫ്രെഡറിക്കിന്റെ ഇനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹോക്കിയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ മാനുവൽ ഫ്രെഡറിക്കിന്റെ ഇനം ഏതായിരുന്നു? ഹോക്കിയാണ്. നമ്മൾ നേരത്തെ ഓൾറെഡി മാനുവൽ ഫ്രെഡറിക്കിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞാണ് അല്ലേ? അപ്പോൾ അത് കൂടുതൽ എക്സ്പ്ലനേഷൻസ് വേണം, നിങ്ങൾക്കറിയാം. ഇനി മലയാളിയായ C ബാലകൃഷ്ണന് 1965 അർജുന അവാർഡ് നേടിക്കൊടുത്ത കായിക ഇനം ഏതാണ്? അതായത് അർജുന അവാർഡ് നേടുന്നത് അദ്ദേഹം ഒരു കായിക ഇനത്തിൽ വളരെ ഫെമിലിയർ ആയതുകൊണ്ടാണ് അല്ലേ? ഏതാണ് ഇനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർവ്വതാരോഹണമാണ്. ഓർത്ത് വയ്ക്കുക. മലയാളിയായ C ബാലകൃഷ്ണന് 1965 എന്ത് ലഭിച്ചു? നമ്മുടെ അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഇവന്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർവ്വത ആരോഹണം. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി നോക്കി വെച്ചേ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയായ നീന്തൽ താരം. എങ്ങനെയാണ്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയായ നീന്തൽ താരം അത് സെബാസ്റ്റ്യൻ സേവ്യർ ആണ്. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിലാണ്. ഓക്കെ അല്ലേ? എങ്ങനെയാണ്? സെബാസ്റ്റ്യൻ സേവ്യർ. ആരാണ്? സെബാസ്റ്റ്യൻ സേവ്യർ ആണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയായ നീന്തൽ താരം. ഓക്കെ. ദെൻ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ മറുനാടൻ മലയാളി എന്ന് പറഞ്ഞാൽ, അതായത് ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യത്തെ മറുനാടൻ മലയാളി അതാണ് അലൻ സ്കോഫീൽഡ്. ആരാണ്? അലൻ സ്കോഫീൽഡ്. 1980 പുരസ്കാരം വിജയിക്കുന്നത്. ഓക്കെ അല്ലേ? ഓർത്ത് വെച്ചോണേ. ഇനി പത്മശ്രീ നേടിയ ആദ്യ മലയാളി കായിക താരമാണ് MD വത്സമ്മ. പത്മശ്രീ നേടിയ ആദ്യ മലയാളി കായിക താരമാരാ? MD വത്സമ്മയാണ്. വർഷം 1983. അപ്പൊ MD വത്സമ്മയ്ക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? പത്മശ്രീ ലഭിക്കുന്നുണ്ട്. അപ്പൊ പത്മശ്രീ ലഭിച്ച ആദ്യ മലയാളി വനിത. ഇനി ഓർത്ത് വയ്ക്കുക, പത്മശ്രീ നേടിയ രണ്ടാമത്തെ മലയാളി വനിത PT ഉഷയാണ്. 1985. രണ്ടാമത്തെ മലയാളി വനിത ആരാ? PT ഉഷ. വർഷം 1985. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ സെബാസ്റ്റ്യൻ സേവ്യറിനെ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അലൻ സ്കോഫീൽഡ് അറിയാം, MD വത്സമ്മ, PT ഉഷ അല്ലെ? ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. വളരെ
പ്രധാനമാണ്. ഇനി ഓർത്ത് വെച്ചോണം, CV പാപ്പച്ചൻ. ആരാണ്? CV പാപ്പച്ചൻ, VP സത്യൻ. CV പാപ്പച്ചൻ, VP സത്യൻ എന്നിവർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുട്ബോളാണ്. എങ്ങനെ? CV പാപ്പച്ചൻ അതുപോലെ തന്നെ PP സത്യൻ. CV പാപ്പച്ചനും PP സത്യനും ഏത് കായിക ഇനവുമായി ബന്ധപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുട്ബോളാണ്. ഇനി നോക്കിയേ, അർജുന അവാർഡ് കരസ്ഥമാക്കിയ VP കുട്ടിക്കൃഷ്ണൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എങ്ങനെയാണ്? അർജുന അവാർഡ് കരസ്ഥമാക്കിയ VP കുട്ടിക്കൃഷ്ണൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് വോളിബോളാണ്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ, അർജുന അവാർഡ് കരസ്ഥമാക്കിയ VP കുട്ടിക്കൃഷ്ണൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിബോളാണ്. എങ്കിൽ അർജുന അവാർഡ് കരസ്ഥമാക്കിയ ജോസഫ് അല്ലെ, ഏതാ? സാലി ജോസഫ് ഏത് മേഖലയുമായി ബന്ധപ്പെടുന്നു? വോളിബോളാണ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് ആരാണ്? VP കുട്ടിക്കൃഷ്ണൻ വോളിബോളാണ്. സാലി ജോസഫ് ഏതാണ്? വോളിബോളാണ്. 2 വോളിബോൾ പ്ലേയേഴ്സിനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ അർജുന അവാർഡ് കരസ്ഥമാക്കിയ വിൽസൺ ചെറിയാൻ എന്താണ്? വിൽസൺ ചെറിയാൻ, അർജുന അവാർഡ് കരസ്ഥമാക്കിയ വിൽസൺ ചെറിയാൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വിമ്മിംഗ് ആണ്. ഓക്കെ അല്ലേ? ചോദ്യം എങ്ങനെ വരാം? ചോദ്യം, അർജുന അവാർഡ് കരസ്ഥമാക്കിയ വിൽസൺ ചെറിയാൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെടുന്നു? ഏതാണ്? അത് സ്വിമ്മിംഗ് ആണ്. സ്വിമ്മിംഗ്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മുമ്പോട്ട് പോവുകയാണ്. ഇനി ഓർത്ത് വയ്ക്കുക, അർജുന അവാർഡ് കരസ്ഥമാക്കിയ PJ ജോസഫ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതും പവർ ലിഫ്റ്റിംഗ് ആണ്. ഭാരോദ്വഹനം, വെയിറ്റ് ലിഫ്റ്റ്, ഭാരോദ്വഹനം. നമ്മുടെ കർണം മല്ലേശ്വരി പോലെയൊക്കെയുള്ള കായിക താരങ്ങളൊക്കെ അതിനകത്താണ് ഫെമിലിയർ ആയിട്ടുള്ളത്. ഭാരോദ്വഹനം, വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ വളരെ പ്രധാനമാണ്, അർജുന അവാർഡ് നേടിയ അല്ലെങ്കിൽ അർജുന അവാർഡ് കരസ്ഥമാക്കിയ PJ ജോസഫ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെടുന്നുണ്ട്? അത് പവർ ലിഫ്റ്റിംഗ് ആണ്. ഈ അടുത്ത PSC ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു കേരള സർക്കസിന്റെ പിതാവ് എന്നത്. വളരെ പ്രധാനമാണ്. കേരള സർക്കസിന്റെ പിതാവ് ആരാണ്? കീലേരി കുഞ്ഞിക്കണ്ണനാണ്. ഇനി കേരള സർക്കസിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ്. ഓർത്തു വെച്ചോണം, കേരള സർക്കസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കീലേരി കുഞ്ഞിക്കണ്ണനാണ്. കേരള സർക്കസ് കലയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ്. ഇനി ഇന്ത്യയിലെ രണ്ടാമത്തെ സർക്കസ് സ്കൂളും കേരളത്തിലെ ആദ്യത്തെ സർക്കസ് സ്കൂളും സ്ഥാപിച്ചത് ആരാണ്? കീലേരി കുഞ്ഞിക്കണ്ണനാണ്. ഒന്ന് തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ സർക്കസ് സ്കൂൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ രണ്ടാമത്തെ സർക്കസ് സ്കൂളാണ്. ഇത് സ്ഥാപിച്ച ആരാണ്? കീലേരി കുഞ്ഞിക്കണ്ണനാണ്. കീലേരി കുഞ്ഞിക്കണ്ണൻ വളരെ പ്രധാനമാണ്. അത് പഠിച്ചു വെച്ചിരിക്കുക. തലശ്ശേരി സർക്കസ് കലയുടെ കേന്ദ്രമാണ്. ഓക്കെ. അപ്പോൾ കായിക രംഗത്തെ വികസനത്തിനും പ്രോത്സാഹനത്തിനും നേതൃത്വം കൊടുക്കുന്ന കായിക യുവജനകാര്യ ഡയറക്ടറേറ്റ് DSYA കായിക യുവജനകാര്യ ഡയറക്ടറേറ്റ് സ്ഥാപിതമായത് 1986. ഒന്നുകൂടെ, കായിക രംഗത്തെ വികസനത്തിനും പ്രോത്സാഹനത്തിനും നേതൃത്വം നൽകുന്ന കായിക യുവജനകാര്യ ഡയറക്ടറേറ്റ് സ്ഥാപിതമായത് 1986. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടെ കുറച്ച് പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു വരാം. അതിനകത്ത് ഏറ്റവും പ്രധാനമാണ് കായിക യുവജനകാര്യ ഡയറക്ടറേറ്റ് അതായത് DSYA പ്രധാനമായും നടത്തി വരുന്ന 2 പദ്ധതികളുണ്ട്. ഏതൊക്കെയാണ്? അതായത് DSYA അതായത് കായിക യുവജനകാര്യ ഡയറക്ടറേറ്റ് പ്രധാനമായും നടത്തി വരുന്ന 2 പദ്ധതികളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തേത് സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച സിം ആൻഡ് സർവൈവ് പ്രോഗ്രാം. അത് കുട്ടികൾക്ക് നീന്തലിൽ പരിശീലനം നൽകുന്നതാണ്. ഓക്കെ അല്ലെ? കുട്ടികൾക്ക് നീന്തലിൽ പരിശീലനം നൽകുന്നു. 5നും 12നും ഇടയിൽ പ്രായമുള്ള സ്കൂൾ കുട്ടികൾക്ക് ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ടെന്നീസ് എന്നിവയിൽ തുടർച്ചയായ പരിശീലനം നൽകുന്ന കായിക കാൽവയ്പ്. മക്കൾ ആദ്യം പറഞ്ഞ സിം ആൻഡ് സർവൈവർ പ്രോഗ്രാം, അതായത് ഈ പറയുന്ന പോലെ ഒന്ന് നീന്തൽ പരിശീലനമാണ്, ഒന്ന് നീന്തൽ എന്ന കായിക വിനോദം അഭ്യസിക്കുകയും ചെയ്യാം,
നിരന്തരമായി വെള്ളപ്പൊക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു മണ്ണായി മാറിയിട്ടുണ്ട് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെ അവിടെ അവർക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു സെൽഫ് അവയർനെസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സെൽഫ് ഡിഫൻസ്, മറ്റ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ രക്ഷപ്പെടാൻ സെൽഫ് ഡിഫൻസ് എന്നോ അവയർനെസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് ആരംഭിച്ചത് മാറി തന്നെയാണ്, ഈ പറയുന്ന DSYA ആണ്. ആ പ്രോഗ്രാം പേര് സിം ആൻഡ് സർവൈവർ പ്രോഗ്രാം എന്നാണ്. എന്നാൽ 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ 5-നും 12 പ്രായമുള്ള കുട്ടികൾക്ക് ഫുട്ബോള്, വോളിബോള്, ബാസ്കറ്റ്ബോള്, ടെന്നീസ് എന്നിവയിൽ കൂടുതൽ താല്പര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് കായിക കാൽവയ്പ്. എന്താണ് കായിക കാൽവയ്പ്? ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. മുമ്പോട്ട് പോകുന്നു. ഇനി ഓർത്തു വയ്ക്കേണ്ട മറ്റൊരു കാര്യം, കേരള സർക്കാർ കായിക മേഖലയിൽ രൂപീകരിച്ച പ്രധാന പദ്ധതികൾ കൂടെ ഒന്ന് നോക്കി വരാം നമുക്ക്. കേരള സർക്കാർ കായിക മേഖലയിൽ രൂപീകരിച്ച പ്രധാന പദ്ധതികൾ, അതിൽ ഒന്നാമത്തെ പദ്ധതിയാണ് ഗോൾ. ആദ്യത്തെ പദ്ധതി ഏതാ? ഗോൾ. ഒന്നാമത്തെ പദ്ധതി ഗോൾ ആണ്. ഫുട്ബോൾ വികസനവും പ്രചരണവും ലക്ഷ്യമിട്ട് സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗോൾ എന്ന് പറയുന്നത്. മക്കളെ, ഗോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കണക്ട് ചെയ്യുന്ന ഫുട്ബോളുമായിട്ട്. ക്രിക്കറ്റിനകത്ത് ഗോൾ എന്ന് പറയുന്ന ഒരു വേർഡില്ലല്ലോടാ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുട്ബോളിനകത്ത് ഗോൾ എന്ന് പറയുന്ന പദം തന്നെ കണക്ട് ചെയ്യാം. ഫുട്ബോൾ വികസനത്തിനും പ്രചാരണവും ലക്ഷ്യമിട്ടുകൊണ്ട് സ്വകാര്യ പങ്കാളിത്തത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഗോൾ എന്ന് പറയുന്നത്. 5 വർഷം 5 ലക്ഷം കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. എങ്ങനെയാണ്? 5 വർഷം കൊണ്ട് 5 ലക്ഷം കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം ലഭ്യമാക്കുക എന്നാണ് ലക്ഷ്യം. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ശാസ്ത്രീയ പരിശീലനം നൽകുകയാണ് ഉദ്ദേശം. അതായത് 5 വർഷം കൊണ്ട് 5 ലക്ഷം കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുക, അവർക്ക് കുട്ടിക്കാലത്തെ തന്നെ നല്ല ഫുട്ബോൾ അവയർനെസ് ശാസ്ത്രീയമായി തന്നെ ലഭിക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് പ്ലേ ഫോർ ഹെൽത്ത്. രണ്ടാമത്തെ പദ്ധതി ഏതാ? പ്ലേ ഫോർ ഹെൽത്ത് ആണ്. ആരോഗ്യത്തിന് വേണ്ടി കളിക്കുക എന്നതാണ് ആ ഒരു പദ്ധതി കൊണ്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ആരോഗ്യത്തിന് വേണ്ടി കളിക്കുക. സ്പോർട്സിലേക്കും കളികളിലേക്കും കുട്ടികളെ എത്തിക്കുന്നതിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ കഴിവുകൾ മെച്ചപ്പെടുത്തുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ എപ്പോഴും ചുമ്മാ ഇരുന്നാൽ മതിയോ കുട്ടികൾ, അല്ലെങ്കിൽ എപ്പോഴും ഒന്ന് പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ? അതുകൊണ്ട് ഒരു ഗുണമില്ല. അവർക്ക് കളിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക, കളിക്കാൻ വേണ്ട സാവകാശം കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് പറയുന്നുണ്ട് പ്ലേ ഫോർ ഹെൽത്ത് പദ്ധതി. ആരോഗ്യത്തിന് വേണ്ടി കളിക്കുക എന്നാ. അത് വെറുതെ കളിച്ച് നടക്കാതെ കളിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചു പ്ലേ ഫോർ ഹെൽത്ത് എന്ന രീതിയിൽ. ഇനി എന്നാൽ അടുത്തത് സ്ലാഷ് ആണ്. സ്ലാഷ് എന്താണ് സ്ലാഷ് പദ്ധതി എന്ന് നോക്കാം. 8-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ നീന്തൽ കഴിവ് മെച്ചപ്പെടുത്തുന്നതിനായി ഉദ്ദേശിച്ചുകൊണ്ടുള്ള പദ്ധതിയാണിത്. എങ്ങനെയാണ്? 8-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ നീന്തൽ കഴിവ് മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് സ്ലാഷ് എന്ന് പറയുന്നത്. നീന്തലാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അവിടെ. ഇനി ഓർത്തു വയ്ക്കേണ്ട മറ്റൊരു പദ്ധതിയാണ് ഹൂപ്സ് എന്നത്. എന്താണ് ഹൂപ്സ്? ബാസ്കറ്റ് ബോളിൽ താല്പര്യമുള്ള കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ കണ്ടെത്തി പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണിത്. എങ്ങനെയാണ്? ബാസ്കറ്റ് ബോളിൽ താല്പര്യമുള്ള കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തി മികച്ച പരിശീലനം ലഭ്യമാക്കുന്ന പദ്ധതി. സംസ്ഥാനത്തെ എല്ലാ സ്കൂളിലേക്കും പദ്ധതി വ്യാപിക്കുകയാണ് ലക്ഷ്യം. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസ്കറ്റ് ബോളിൽ താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് ആ മേഖലയിൽ മുമ്പോട്ട് വരാനുള്ള അവസരം കൊടുക്കുന്നതാണ് ഈ പദ്ധതി. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ അഞ്ചാമത്തേത് സ്പ്രിന്റ് ആണ്. സ്പ്രിന്റ്. എന്താണ് സ്പ്രിന്റ് എന്നൂടെ നോക്കാം നമുക്ക്. ചെറുപ്രായത്തിൽ തന്നെ ലോകോത്തര നിലവാരമുള്ള കായിക താരങ്ങളെ കണ്ടെത്തി രാജ്യാന്തര തലത്തിൽ കേരളത്തിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്പ്രിന്റ്. അതായത് പണ്ട് രാജ്യാന്തരത്തിൽ കേരളം എന്നൊരു പേരേക്കുമെന്നതിന് അവിടെ ശക്തരായ കുറച്ചേറെ കായിക താരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത്തരത്തിൽ പേര് കേട്ട ഒന്നും തന്നെ നമുക്കില്ല എന്നത് മറ്റൊരു വസ്തുത. അങ്ങനെ ഓർത്തു വയ്ക്കുക. ചെറുപ്രായത്തിൽ തന്നെ ലോകോത്തര നിലവാരത്തിൽ കായിക താരങ്ങളെ കണ്ടെത്തി രാജ്യാന്തര തലത്തിൽ കേരളത്തിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാനായിട്ട് അവർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്ലാഷ് എന്ന് പറയുന്നത്. പദ്ധതിയുടെ പേരെന്താണ്? സ്പ്രിന്റ് അല്ലേ? അപ്പോൾ സ്ലാഷ് കഴിഞ്ഞു, ഹൂപ്സ് കഴിഞ്ഞു, ഇതിനടുത്ത് സ്പ്രിന്റും കഴിഞ്ഞു. ഇനി അടുത്ത പദ്ധതിയിലേക്ക് വരാം നമുക്ക്. അടുത്ത പദ്ധതിയാണ് പഞ്ച് എന്നത്. എന്താ പദ്ധതിയുടെ പേരെന്താ? പഞ്ച് അല്ലെ? പഞ്ച്. ആ പഞ്ച് എന്നൊരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാം. പഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? നല്ല മുട്ട ഇടിയാണ് അല്ലെ? അപ്പൊ നോക്കിയേ. അപ്പോൾ ബോക്സിങ്ങിൽ
പ്രതിഭയുള്ള പെൺകുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തി ബോക്സിംഗിൽ മികച്ച പരിശീലനം നൽകി ലോകോത്തര താരങ്ങളായി ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് പഞ്ച്. അല്ലെ, എങ്ങനെയാണ് ബോക്സിംഗിൽ പ്രതിഭയുള്ള പെൺകുട്ടികളെ, പ്രത്യേകിച്ച് മേരി കോമൊക്കെ നിങ്ങൾക്ക് അത്ര സുപരിചിതയാണ് അല്ലെ. അപ്പൊ ഓർത്തു വെക്കുക, ബോക്സിംഗിൽ പ്രതിഭയുള്ള പെൺകുട്ടികളെ കണ്ടെത്തി ചെറുപ്പത്തിലെ തന്നെ ബോക്സിംഗിൽ മികച്ച പരിശീലനം നൽകി ലോകോത്തര താരങ്ങളായി ഉയർത്താൻ അല്ലെങ്കിൽ വളർത്താനുള്ള പദ്ധതിയാണ് ഈ പറയുന്ന പഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു, ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പദ്ധതിയുടെ പേരെന്താണ്? പഞ്ചാണ്. ഇനി കായിക രംഗത്തെ ചികിത്സയ്ക്ക് വേണ്ടി കായിക യുവജനകാര്യ ഡയറക്ടറേറ്റ് 1972 സ്ഥാപിച്ച മെഡിക്കൽ സെന്റർ ആണ് രാജീവ് ഗാന്ധി സ്പോർട്സ് മെഡിക്കൽ സെന്റർ. രാജീവ് ഗാന്ധി സ്പോർട്സ് മെഡിക്കൽ സെന്റർ. ഇനി അതേപോലെ തന്നെ ഓർത്തു വയ്ക്കുക, കേരളത്തിലെ ഏക സ്പോർട്സ് മെഡിക്കൽ സെന്ററും രാജീവ് ഗാന്ധി സ്പോർട്സ് മെഡിക്കൽ സെന്റർ ആണ്. കേരളത്തിലെ ഏക സ്പോർട്സ് മെഡിക്കൽ സെന്റർ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി സ്പോർട്സ് മെഡിക്കൽ സെന്റർ ആണ്. രാജീവ് ഗാന്ധി സ്പോർട്സ് മെഡിക്കൽ സെന്റർ. അപ്പോൾ 1992 സ്ഥാപിച്ചതാണ് ഇതാ ഈ പറയുന്ന മെഡിക്കൽ സെന്റർ എന്ന് പറയുന്നത്. ഇനി ഓർത്തു വെക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. എങ്കിൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കാര്യവട്ടത്താണ്, തിരുവനന്തപുരത്താണ്. ഓക്കെ അല്ലെ, തിരുവനന്തപുരത്തെ കാര്യവട്ടത്ത് എന്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്? ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. ഓക്കെ, എങ്കിൽ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം എവിടെയാണ്? കൊല്ലത്താണ്. ഇനി ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം എവിടെയാണ്? തിരുവനന്തപുരത്തുമാണ്. അപ്പോൾ ഒന്നുകൂടെ, ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം എവിടെയാണ്? കൊച്ചിയിലാണ്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എവിടെയാണ്? കാര്യവട്ടം, തിരുവനന്തപുരത്താണ്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം കൊല്ലത്താണ്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. കേരളത്തിലെ കായിക രംഗം എന്ന മേഖലയിലെ അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കായിക രംഗം എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ കുറച്ച് ശോഷിച്ചു പോയതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് പുതിയ തലമുറയിലൂടെ അല്ലെങ്കിൽ പുതിയ കായിക താരങ്ങളിലൂടെ അത് മാറി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ കുറച്ചേറെ പദ്ധതികളൊക്കെ അതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പദ്ധതികളിലൂടെയൊക്കെ തന്നെ പുതിയ തലമുറയിലെ നല്ല നല്ല കായിക താരങ്ങൾ ഉണ്ടായി വരട്ടെ എന്ന് ആഗ്രഹിക്കാം നമുക്ക്. അതുപോലെ ഈ ഒരു മേഖലയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് കിട്ടുന്ന കുഞ്ഞു അറിവുകളും കൂടെ ഇതിനോടൊപ്പം ചേർത്ത് വെച്ച് പഠിക്കുക. ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, കായിക മേഖലയൊക്കെ എന്താണ്, അതിനൊരു എൻഡ് ഇല്ല. ഡെയിലി അത് എന്ത് ചെയ്യുന്നുണ്ട്? മാറിക്കൊണ്ടേയിരിക്കുന്നു. പുതിയ കായിക താരങ്ങൾ വരുന്നു, പുതിയ റെക്കോർഡുകൾ പിറക്കുന്നു, പുതിയ കായിക രീതികൾ അല്ലെ ഒക്കെ മാറി വരികയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് പത്രവായനയാണ്. അപ്പോൾ പത്രവായനയിലൂടെ കിട്ടുന്ന പുതിയ അറിവുകൾ കൂടെ ഈ ഒരു ഭാഗത്തോടൊപ്പം ചേർത്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ ആപ്പിലൊക്കെ ഉള്ള ചോദ്യ പേപ്പറുകളൊക്കെ നന്നായിട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിയർ ചെയ്ത് വരിക. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്നുള്ള പൂർണ്ണമായ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു.